ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സക്കറിയ പുരോഹിതനോട് നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലിസബത്ത് ഒരു മകന് പ്രസവിക്കും എന്ന് മാലാഖ പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തിൻ്റെ കോമൺ സെൻസിന് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ഞങ്ങൾക്ക് ഈ അത്ഭുത ഭാഗ്യം ലഭിക്കുമെന്നതിന് എന്താണ് തെളിവെന്ന് അദ്ദേഹം ചോദിച്ചു. ഇതിന് ദൈവം കൊടുത്ത തെളിവായിരുന്നു മാലാഖയുടെ മറുപടി. തക്ക സമയത്ത് നിവൃത്തി വരുവാനുള്ള എൻ്റെ ഈ വാക്ക് വിശ്വസിക്കായ്ക കൊണ്ട് അത് സംഭവിക്കും വരെ നീ സംസാരിപ്പാൻ കഴിയാതെ മൗനമായിരിക്കും. ഇത് സക്കറിയ പുരോഹിതന് ദൈവം കൊടുത്ത കഠിന ശിക്ഷയും കഠിന പ്രഹരവുമാണെന്നുള്ള അമിത വ്യാഖ്യാനം ശരിയല്ലെന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. ഈ ലേവ്യ ദമ്പതികളെപ്പറ്റി വളരെ സമുന്നത സാക്ഷ്യമാണ് തിരുവചനം പറയുന്നത്. ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിൻ്റെ സർവ കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരുമായിരുന്നു. നേരായി നടക്കുന്ന പുരോഹിതൻ ഒരു സംശയം ചോദിച്ചതിൻ്റെ പേരിൽ പ്രതികാര നടപടികളെടുത്ത് ശിക്ഷിക്കുന്നവനല്ല സ്നേഹനിധിയായ ദൈവം. അസാധ്യകാര്യങ്ങൾ സാധ്യമാക്കുന്ന ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികളെപ്പറ്റി ധ്യാനിക്കാനും കാണാതെ വിശ്വസിക്കാൻ കരുത്തു നേടാനുമൊക്കെയായി 9 മാസത്തെ ഒരു ഹോളി സൈലൻസ് ഈ പുരോഹിതന് ദൈവം കൊടുക്കുകയായിരുന്നു. സാമൂഹ്യ സമ്പർക്കമില്ലാതെ അനേകം മാസങ്ങൾ ഡിവൈൻ ക്വാറന്റൈനിൽ കഴിച്ചുകൂട്ടിയ സക്കറിയ പുരോഹിതൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് അത്യുജ്വല പ്രവചനഗീതം പാടിയാണ് മൗനത്തിൻ്റെ വാൽമീകത്തിൽ നിന്ന് പുറത്തു വന്നത്. അസാധ്യകാര്യങ്ങൾ സാധ്യമാക്കുന്ന ദൈവത്തിൻ്റെ വിസ്മയ പ്രവർത്തനങ്ങൾക്ക് മുമ്പിൽ യുക്തിയുടെ ക്രമപ്രശ്നം ഉന്നയിക്കാതെ ഹൃദയം കൊണ്ട് സ്വീകരിക്കാനുള്ള വിശ്വാസ വളർച്ച നേടിയ സമയങ്ങളായിരുന്നു പുരോഹിതൻ്റെ ഈ മൗനത്തിൻ്റെ നാളുകൾ. സംശയം വിശ്വാസത്തിൽ പ്രതിസന്ധികളുണ്ടാക്കുമ്പോൾ സ്വീകരിക്കേണ്ട ചില വഴികളെപ്പറ്റിയുള്ള തിരുവചനത്തിലെ മാർഗനിർദ്ദേശങ്ങൾ നമ്മൾ ഓർമ്മയിൽ സൂക്ഷിക്കുന്നത് വളരെ നന്നായിരിക്കും. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നിഷേധശക്തികൾ എപ്പോഴാണ് എങ്ങനെയാണ് പ്രതിസന്ധി ഉണ്ടാക്കുക എന്ന് നമുക്കറിയില്ലല്ലോ. ഒന്നാമത്തെ കാര്യം, സംശയാലുക്കളോട് ദയവുള്ളവരായിരിക്കണം. യൂദയുടെ ലേഖനത്തിൽ പറയുന്നത് സംശയിക്കുന്നവരും ചഞ്ചല മനസ്കരുമായവരോട് കരുണ കാണിക്കണം എന്നാണ്. ദാമ്പത്യത്തിലും കുടുംബത്തിലും സഭയിലുമുള്ള സംശയാലുക്കളെ വിധിക്കുന്നതും പരിഹസിക്കുന്നതും അല്പരായി കാണുന്നതുമൊക്കെ ഒഴിവാക്കണം. അവരെ വിശ്വാസത്തിലും പരസ്പര ധാരണയിലും പ്രത്യാശയിലുമൊക്കെ വളർത്തിക്കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കണം. സംശയപ്രവണത ചിലരുടെ വ്യക്തിത്വ വൈകല്യമാണ്. ചിലപ്പോഴത് ജീവിതകാലം മുഴുവൻ തുടർന്നേക്കാം. രണ്ടും
5 താലന്തുകൾ കിട്ടിയവർ അത്തരക്കാരോട് സഹിഷ്ണുതയും ക്ഷമയും കാണിക്കണം. രണ്ടാമത്തെ കാര്യം, പല സംശയങ്ങളും വിശ്വാസ സ്ഥിരതയിലേക്ക് നടത്തുവാനും കാരണമായേക്കാമെന്നതാണ്. ചെറുപ്പത്തിൽ മാതാപിതാക്കളും സഭയും പഠിപ്പിക്കുന്ന വിശ്വാസ സത്യങ്ങൾ കുട്ടി കാണാപ്പാഠം പഠിക്കും. എന്നാൽ 20-30കളിൽ വിമർശന ചിന്തകളും ജീവിത പ്രതിസന്ധികളുമൊക്കെ കാണാപ്പാഠം പഠിച്ച കാര്യങ്ങളെ ചോദ്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ സംശയങ്ങൾ തലപൊക്കും. അതുകൊണ്ടൊന്നും വിശ്വാസം തകരില്ല. വിശ്വാസത്തിൻ്റെ അടിത്തറ ഉറപ്പിക്കാൻ വിശ്വാസത്തിൻ്റെ നായകനായ ക്രിസ്തുവിനോട് അപേക്ഷിക്കണം. ബൈബിളിൽ അന്വേഷണ യാത്ര തുടരണം. അന്വേഷിക്കുന്നവർ സത്യം കണ്ടെത്തും. സത്യം സംശയത്തിൻ്റെ തടവിൽ നിന്ന് അവരെ സ്വതന്ത്രമാക്കും. മുട്ടുന്നവർക്ക് വിശ്വാസ മർമ്മങ്ങളുടെ വാതിലുകൾ ദൈവം തുറന്നു കൊടുക്കും. യാചിക്കുന്നവർക്ക് വിശ്വാസ കണ്ണ് തുറപ്പിക്കാൻ പരിശുദ്ധാത്മാവിനെ സമർത്ഥമായി നൽകുകയും ചെയ്യും. മൂന്നാമത്തെ കാര്യം, മറുപടി കിട്ടാത്ത അനേകം ചോദ്യങ്ങളുമായി സംശയിക്കാതെ ആത്മീയ മോക്ഷയാത്ര തുടരണം എന്നതാണ്. ദൈവം അനേകം ദിവ്യരഹസ്യങ്ങൾ നമുക്ക് ക്രിസ്തുവിലൂടെ വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. പക്ഷേ അത് പൂർണ്ണമല്ല. ചിലത് ദിവ്യരഹസ്യമായി തന്നെ തുടരാൻ ഇരിക്കുവാൻ ദൈവം തീരുമാനിച്ചിട്ടുണ്ടെന്ന് തിരുവചനം പറയുന്നു. ആവർത്തന പുസ്തകം 29-ാം അധ്യായം 29-ാം വാക്യം, രഹസ്യങ്ങൾ നമ്മുടെ ദൈവമായ കർത്താവിൻ്റേതാകുന്നു, എന്നാൽ വെളിപ്പെടുത്തപ്പെട്ടവ എന്നേക്കും നമുക്കും നമ്മുടെ സന്തതികൾക്കും വേണ്ടിയുള്ളവയാണ്. ഈ അനുശാസനങ്ങൾ നാം പാലിക്കേണ്ടതാണ്. ശൂന്യതയിൽ നിന്ന് ദൈവം പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് എങ്ങനെയാണ്? തൃത്വരഹസ്യങ്ങൾ എന്താണ്? മിറക്കിൾ ഹീലിംഗ് നടക്കുന്നത് എങ്ങനെയാണ്? തുടങ്ങിയ അനേകം ചോദ്യങ്ങൾക്ക് ദൈവം ഉത്തരം തന്നാലും അത് ഗ്രഹിക്കാൻ ഇപ്പോഴത്തെ നമ്മുടെ ജഡീക മനസ്സിനാവില്ല. അതിനുള്ള പ്രാപ്തിയില്ല. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടിയാലേ വിശ്വസിക്കൂ എന്ന നിർബന്ധം നല്ലതല്ല. ഉത്തരം കിട്ടാത്ത കാര്യങ്ങളെപ്പറ്റി സംശയിക്കാതെ വെളിപ്പെടുത്തപ്പെട്ട വെളിപാടിൻ്റെ തിരിച്ചറിവിൽ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം. നാലാമത്തെ കാര്യം, എപ്പോഴും കാതലായ വിഷയത്തിലാണ് മനസ്സ് ഉറപ്പിക്കേണ്ടത് എന്നതാണ്. ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ കാതലായ അടിസ്ഥാന വിഷയത്തെപ്പറ്റി പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ഇങ്ങനെയാണ്. 1 കൊരിന്ത്യർ 15-ാം അധ്യായം, എനിക്ക് ലഭിച്ചത് സർവപ്രധാനമായി കരുതി ഞാൻ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നു. വിശുദ്ധ ലിഖിതങ്ങളിൽ പറഞ്ഞിട്ടുള്ളതുപോലെ ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നതുപോലെ 3-ാം നാൾ ഉയർപ്പിക്കപ്പെടുകയും ചെയ്തു. യേശുക്രിസ്തു നമ്മുടെ വീണ്ടെടുപ്പിനു വേണ്ടി മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു എന്ന പരമസത്യത്തിൽ എല്ലാ ക്രിസ്തീയ സഭകളും ഒരേപോലെ വിശ്വസിക്കുന്നുണ്ട്.
അതിലാർക്കും ഒരു തർക്കവുമില്ല. സംശയവും തർക്കവും സംവാദവും വിയോജിപ്പുമൊക്കെ നിലനിൽക്കുന്നത് അത്ര പ്രധാനമല്ലാത്ത മറ്റു ചില സെക്കൻഡറി ഇഷ്യൂസിലാണ്. ആവശ്യമുള്ളത് ഒന്നേ ഉള്ളൂ. അത് മനസ്സിലുറപ്പിച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോകണം. ആവശ്യമില്ലാത്ത പലതിനെപ്പറ്റിയുള്ള വഴിതെറ്റിക്കുന്ന കപട സിദ്ധാന്തങ്ങളുടെ ചുഴിയിൽപ്പെട്ട് വിശ്വാസ തകർച്ചയുണ്ടാകാതെ ശ്രദ്ധിക്കണം. ക്രിസ്തുവിനെയും സുവിശേഷത്തെയും പറ്റി വളരെ തെറ്റിദ്ധാരണകൾ പരത്തുന്ന മീഡിയ പോസ്റ്റുകൾ നമ്മുടെ വിശ്വാസയാത്രയിലെ തകർച്ചയും ഇടർച്ചയും ഉണ്ടാക്കുന്ന വാരിക്കുഴികളാണ്. അവയിൽ നിന്ന് സുരക്ഷിത അകലം നമ്മൾ പാലിക്കണം. സംശയത്തിൻ്റെ മനഃശാസ്ത്രവും ദൈവശാസ്ത്രവും തിരുവചനത്തിൻ്റെ വെളിച്ചത്തിൽ വിശകലനം ചെയ്യുന്ന ഒരു വിശ്വാസ ജീവിത ശൈലി നമ്മൾ ചിട്ടപ്പെടുത്തണം. തിരുവചന ധ്യാനവും പഠനവുമൊക്കെ ഇക്കാര്യത്തിൽ നമുക്ക് ആവശ്യമായ ഉൾക്കാഴ്ച തരും. സംശയം എപ്പോഴും അവിശ്വാസത്തിൻ്റെ ലക്ഷണമായി നമ്മൾ കാണരുത്. ഡൗട്ട് ഈസ് ദ ബ്രിഡ്ജ് ദറ്റ് കണക്ട്സ് കറണ്ട് ഫെയ്ത്ത് ടു പെർഫെക്റ്റ് ഫെയ്ത്ത് എന്ന പ്രസ്താവന എത്ര അർത്ഥവത്താണല്ലേ. തോമസിൻ്റെ അവിശ്വാസ ട്രാക്കിലൂടെയുള്ള ഓട്ടം സമ്പൂർണ്ണ വിശ്വാസത്തിൽ അദ്ദേഹത്തെ എത്തിച്ചു. സംശയം രണ്ട് തരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാക്കാറുണ്ടെന്ന് നമ്മൾ ഓർക്കണം. ഒന്ന്, ദൈവത്തിൽ നിന്നുള്ള അകൽച്ചയും രണ്ടാമത്തത് വിശ്വാസത്തിൽ നിന്നുള്ള പിന്മാറ്റവുമാണ്. വിശ്വാസ പ്രതിസന്ധികളിൽ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ദൈവം നമ്മെ വിശ്വാസത്തിൽ യഥാസ്ഥാനപ്പെടുത്തും. എന്നാൽ ദൈവത്തിൽ നിന്നകറ്റുന്ന സംശയങ്ങൾ വളരെ അപകടകാരികളാണ്. അത് സംഭവിക്കുമ്പോൾ തന്നെ വിശ്വാസത്തിൻ്റെ നായകനായ ക്രിസ്തുവിനോട് അടിയന്തര സഹായം നമ്മൾ ആവശ്യപ്പെടണം. ഏലിയ പ്രവാചകനെ പോലുള്ള ധീര വിശ്വാസികൾ പോലും ഇടറിയെങ്കിൽ നമ്മുടെ ജീവിതത്തിലും സംശയവും ഭയാശങ്കകളുമൊക്കെ ഉണ്ടായേക്കാം. അതിലൊന്നും നമ്മൾ നിരാശപ്പെടരുത്. വിശ്വാസത്തിൽ യഥാസ്ഥാനപ്പെടുത്താൻ ദൈവത്തിന് അനേകം വഴികളുണ്ട്. ദൈവമേ, വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചാൽ വിശ്വാസത്തിൻ്റെ അടിത്തറ ക്രിസ്തുവിൽ ഉറപ്പിച്ചു തരും. കാരുണ്യവാനായ ദൈവമേ, ശാസ്ത്ര സാങ്കേതിക അറിവുകളും യുക്തിയും ടെക്നോളജിയും അമിത സ്വാശ്രയബോധവുമൊക്കെ സംശയവും വിശ്വാസ തകർച്ചയും എന്നിലുണ്ടാക്കാറുണ്ട്. സംശയത്തിൻ്റെ ഒഴുക്കിൽപ്പെട്ടൊഴുകി അവിശ്വാസത്തിൻ്റെ കയങ്ങളിൽ മുങ്ങിപ്പോകാതിരിക്കാൻ നാഥ, ഞങ്ങളെ അവിടുന്ന് കരുത്തുള്ള കരങ്ങളിൽ പിടിച്ച് ഉറപ്പിച്ച് നിർത്തണമേ. അവനെന്നെ കൊന്നാലും ഞാൻ അവനെ ഉപേക്ഷിക്കുകയില്ല എന്ന ഇയ്യോബിൻ്റെ വിശ്വാസ പ്രഖ്യാപനത്തിൽ ജീവിതാവസാനം വരെ ഉറച്ചു നിൽക്കാൻ കൃപയും അമിത ബലവും തന്ന് ഞങ്ങളെ സഹായിക്കണമെന്ന് യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ശുഭാശംസകളോടെ എ പി ജോർജ് അച്ഛൻ.